சௌபாகியவதி நாகரத்னத்தை தாங்களுக்கு கன்னிகா பிரதானமாக தருகிறேன். தாங்கள் ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സസ്പെൻസ് വ്ലോഗാ. എന്താണ് അറിയണ്ടേ? വാ. അപ്പൊ വീണ്ടും നമ്മള് കാറിലാണ് എവിടെയെങ്കിലും പോകുന്നതായിരിക്കുമല്ലേ. അപ്പൊ ഇവിടെ പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? വയനാട് പോവാണ് നമ്മള്. ഇപ്പൊ ബോയ്സ് ടൗൺ ചുരം കയറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നു ഹെയർ പിൻ കർവ് മൂന്നാമത്തെ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് വീട്ടിൽ നിന്ന് ഒരു 4:30 ആകുമ്പോ ഇറങ്ങി. ബൈത്തേട്ടന്റെ ഫ്രണ്ട് അശ്വിന്റെ കല്യാണമാണ്, അതിനാണ് നമ്മൾ പോകുന്നത്. ഞാനും ബൈത്തേട്ടനും ഇപ്പൊ മാത്രമേ ഉള്ളൂ. വയനാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. കാരണം ഞാനൊരു 1 year ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് താമരശ്ശേരിയില്. അതുകൊണ്ട് വയനാട് വരുന്ന പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം. ഹെയർ പിൻ 4 നമ്മളിപ്പം കയറി. നല്ല രസമുണ്ട്, നല്ല തണുപ്പും നല്ല വ്യൂവും ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അശ്വിന്റെ കല്യാണത്തിനാണ് പോകുന്നത്. അശ്വിൻ ഒരു ബ്രാഹ്മണാണ്. അതാണ് നമ്മൾ ഇത്ര ഒരു ഏർലി വെഡിങ് ആണ് ബ്രാഹ്മൺസിന്റെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വൈകിട്ട് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ കാണാൻ. കുറെ ചടങ്ങുകളെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര രാവിലെ വന്നത്. കാരണം എത്ര മണിക്ക് വരുന്നത്? 9 മണിക്കല്ലേ? 9 മണിക്ക് കല്യാണം തുടങ്ങും. പിന്നെ അങ്ങോട്ട് ഫുൾ കല്യാണം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ബ്രാഹ്മൺ വെഡിങ്? കണ്ടിട്ടില്ല. നമുക്കപ്പോ ഒരുമിച്ച് കാണാം അല്ലേ? അപ്പൊ നമ്മളെത്തി മാനന്തവാടി കൽപ്പറ്റയല്ല മാനന്തവാടി ഒരു ഓഡിറ്റോറിയത്തിലെത്തി. ഇവിടെയാണ് കല്യാണം. അശ്വിൻ ഓൾറെഡി ഉള്ളിലുണ്ട്. ബ്രൈഡ് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഊഞ്ഞാലെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവരെനിക്കൊന്ന് ആട്ടാനാന്ന് തോന്നുന്നു. ഇത് അങ്ങനെ നമ്മള് കല്യാണം കാണാം. വാ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്താ അറിയില്ല, ഞാൻ ചിലപ്പോ ഇതുപോലെ ഇങ്ങനത്തെ ഒരു വെഡിങ് കാണാത്തോണ്ടായിരിക്കും. നോക്കാം നമുക്ക്. വാ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ഊഞ്ഞാല്. ഇതിന്റെ ഇടയിൽ കോലം എല്ലാം വരച്ചിട്ടുണ്ട്. പീപ്പിക്കാരെല്ലാം. ഇതാണ് വെഡിങ് വെൽക്കം ബോർഡ്. ഇതെന്താ? സൗനിവേദ് ചിയഷു ഇങ്ങനെയാണോ പേര്? പേരിങ്ങനെ അല്ലല്ലോ. ഇവിടെ ഇങ്ങനെ വെൽക്കം ചെയ്യാനുള്ള സാധനമെല്ലാം ഉണ്ട്. ഉള്ളില് നമുക്കപ്പോ എന്തോ നടക്കുന്നുണ്ട്. ലൈക്ക് അശ്വിന്റെ എന്തോ സംതിങ്. നമുക്ക് അശ്വിനെ കാണാൻ പോയ നമ്മള് പക്ഷെ നേരെ പോയത് വേറൊരു സ്ഥലത്തേക്കാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട്. അവിടെ പോകുന്നവർക്ക്, കല്യാണത്തിന് പോകുന്നവർക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിനെ. വട, ഇഡ്ഡലി, ഉപ്മാവ്, ദോശ, പിന്നെന്താ കേസരി, പൂരി, ബാജി എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ദക്ഷിണ അനുഗ്രഹം വാങ്ങിക്കലാണ്. ആദ്യം പേരൻസ്, ബാക്കി മുതിർന്നവർ അനുഗ്രഹം വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് അശ്വിൻ വാങ്ങിക്കും. പിന്നെ അങ്ങനെ ഭയങ്കര വെറൈറ്റി ചടങ്ങുകളാണ്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് എന്താ. എനിക്ക് ശരിക്കും എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാല്, നമ്മൾ ഈ തമിഴ് സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നു, അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. കാരണം ചുറ്റുള്ള ആൾക്കാർ മുഴുവൻ തമിഴാണ് സംസാരിക്കുന്നത്. കാരണം ഇവൻ തമിഴ് ബ്രാഹ്മണനാണ്. അപ്പം ഈ മറ്റേ നമ്മുടെ സിനിമയിലെ കല്യാണ സീൻ ഉണ്ടാവുമല്ലോ, തമിഴ് സിനിമയിലെ കല്യാണ സീൻ എക്സാക്ട്ലി സെയിം ആണ് നടന്നത്. ഇതെന്താ വെച്ചാൽ ഞങ്ങൾ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ കൊട പിടിച്ച് നിൽക്കുന്നത്, എന്താ നമുക്ക് മനസ്സിലായില്ല. അതായത് ഇവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഉള്ള ഒരു അംഗനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഇവൻ കാശിക്ക് പോകുന്നതാണത്രേ. അപ്പം ഈ ബ്രൈഡിന്റെ അച്ഛൻ ഇവന്റെ അടുത്ത് പറയും, ഇവന് സ്റ്റോപ്പ് ചെയ്യും പുറത്തെടുത്തിട്ട്. അതാ പണ്ടവിടുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും, കാശിക്ക് പോണ്ട, ഞാൻ എൻ്റെ മോളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാം, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കുന്ന ഒരു ചടങ്ങാണിത്. ഇത് ഭയങ്കര രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് ഇത്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. കുമാരി സൗഭാഗ്യവതി നാഗരത്നத்தை தாங்களுக்கு
കന്യകാപ്രദാനമാക തരുகிறேன் தாங்கள் பாணிகிரகணத்தை செய்து கொண்டு கிரகஸ்தாசிரமத்தை அடைந்து உத்தரோத்தரம் ஸ்ரேயஸாக இருக்கத்தக்கது ரோச்சமானஹ சோபனஹ സോ അങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് ഇവന്റെ സഞ്ചിയും പാക്കും കൊടയെല്ലാം അവര് വാങ്ങിക്കും. എന്നിട്ട് അതിന് ശേഷം ഇവന്നെ ഇതൊരു തൊട്ടിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഒരു തൊട്ടിലിരുത്തിയിട്ടാണ് കൊണ്ടിരുന്നത് കല്യാണത്തിന്റെ മണ്ഡപത്തിലേക്ക്. ഇത് തൊട്ടില് ശരിക്കും എന്താ രഥാണോ എന്താന്ന് എനിക്ക് അറിയില്ല, പല്ലക്കോ എന്താണ് അറിയില്ല. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇത് ബ്രൈഡിന്റെ അമ്മാവന്മാരാന്ന് തോന്നുന്നു, കാരണം അച്ഛൻ അല്ല അത് രണ്ട് സൈഡ് നിൽക്കുന്നത്. അപ്പം അവര് ഇവനെ കൊണ്ടുവരും. എന്നിട്ട് ഇവര് ഫസ്റ്റ് ആയി മീറ്റ് ചെയ്തതിനു ശേഷം ഇവരെ കഴുത്തിൽ 3 മാലയുണ്ട്, 3 ടൈപ്പ് ഓഫ് മാലയുണ്ട്. ആ മാല ഇവര് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അണിഞ്ഞു കൊടുക്കും. അപ്പൊ ഫസ്റ്റ് ഇവര് നോർമലായിട്ട് ഇട്ട് കൊടുക്കും, ഫസ്റ്റ് 2 പ്രാവശ്യം. പിന്നെ 3ാമത്തെ പ്രാവശ്യമാണ് നല്ല രസം കാണാൻ. ഇവരങ്ങ് എല്ലാവരും എടുത്ത് പൊക്കും. ഇതിൽ 2 ടൈപ്പ് ഓഫ് മാലയുണ്ട്. ഒന്നിങ്ങനെ ഫുള്ളി ക്ലോസ്ഡും ഒന്ന് ഒരു ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള മാലയും. അങ്ങനെ ഒരു ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള മാല 2 ഉണ്ട്, ഫുള്ളി ക്ലോസ്ഡ് ആയ മാല 1 ഉള്ളത്. അപ്പൊ ഈ ലാസ്റ്റ് ഫുള്ളായി ഹാഫ് താഴെ കുറച്ച് ഓപ്പൺ ഉള്ളത് നമ്മൾ ഈ കൃഷ്ണന്റെ വരമാലയിലിടുമല്ലേ ഡാൻസ് കളിക്കുമ്പോൾ, അതുപോലത്തെ ഒരു മാല. അപ്പൊ അതാണ് ഇവരിങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ല രസം കാണാൻ, ഭയങ്കര സന്തോഷമായി. എന്താ അറിയില്ല, ഞാനിങ്ങനെ കുറെ നാളായി കാണണമെന്ന് ആഗ്രഹിച്ചൊന്നൊരു വെഡിങ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു വെഡിങ്. നമ്മുടെ വെഡിങ് ഭയങ്കര ബോറാട്ടോ അത് കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിർത്തും, കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്. എനിക്ക് ശരിക്കും ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ ഒരു ധാവണിയെല്ലാം ഇട്ടിട്ട് മുല്ലപ്പെല്ലാം മല്ലിപ്പൂ പിച്ചിപ്പൂ എല്ലാം വെച്ച ഒരു തമിഴ് സിനിമ, അതിലാണ് ഞാൻ ഇത്രയും നേരം അഭിനയിച്ചുകൊണ്ടിരുന്നത്. കാരണം എല്ലാവരും അക്കായി കൂപ്പിട്, അത്താവെ കൂപ്പിട് അങ്ങനെയെല്ലാം പറഞ്ഞാൽ നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വെഡിങ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെ ഊഞ്ഞാലിരുത്തിയിട്ട് പാല് കൊണ്ടാന്ന് തോന്നുന്നു. കുറെ റിലേറ്റീവ്സ് എല്ലാം ഇങ്ങനെ കഴുകും. അപ്പൊ ഏറ്റവും രസം എന്താ പറയുക, 2 സൈഡും ചെറുക്കന്റെ സൈഡും പെണ്ണിന്റെ സൈഡും ആൾക്കാർ ഇരുന്ന് കച്ചേരിയാണ് പാടുന്നത്. ഫസ്റ്റ് ഇവര് പാടും, അതിന് കൗണ്ടറായിട്ട് ഇപ്പുറത്തുനിന്ന് പാടും. അതിലൊരു ആന്റി, എനിക്കൊന്ന് അശ്വിന്റെ സൈഡിലുള്ള ഒരു ആന്റി നന്നായി പാട്ടുപാടി, സൂപ്പറായിരുന്നു. നമുക്കിങ്ങനെ ഭയങ്കര എനിക്ക് തോന്നുന്നു അവർ പ്രൊഫഷണലി പഠിച്ച ആളാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിൽ കുറെ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് കല്യാണം. ഇവൾ ഈ ആടെയെല്ലാം പുടവയിൽ അടിഞ്ഞു വന്നിട്ട് ആ 6 feet ആട് അങ്ങനത്തെ എന്തോ സാധനമില്ല അത്. പക്ഷെ ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് അശ്വിനാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു തന്നത്. അതുകൊണ്ട് ക്ലാരിറ്റിയിൽ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഇത് കാണുന്നതാണ് വെയിറ്റ് ചെയ്തത്. പക്ഷെ ഇത് കുറെ ലേറ്റ് ആവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അന്ന് തന്നെ തിരിച്ചു വരണോണ്ട് വന്നേ ഉള്ളൂ. ഇത് കാണാനായിരുന്നു ഞാൻ മെയിനായിട്ട് പോയത്. പക്ഷെ ഇതെനിക്ക് മിസ്സായി, കുഴപ്പമില്ല, ബാക്കിയെല്ലാം കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അമ്മ, ഇവിടെ പൈത്താട്ടൻ്റെ അമ്മ പഠിച്ചത് വയനാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ്. അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് മാനന്തവാടിയിൽ നമ്മൾ സ്കൂള് കണ്ടു. അപ്പൊ നമ്മൾ അമ്മേനെ വിളിച്ചു, അമ്മ അയ്യോ വേഗം പോയി വീഡിയോ എടുക്കുക, എൻ്റെ വ്യൂവേഴ്സ് എല്ലാം കാണട്ടെ ഞാൻ പഠിച്ച സ്കൂള്. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോയി. പക്ഷെ അമ്മ പറഞ്ഞത് ഇങ്ങനെയല്ല സ്കൂൾ അമ്മ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നത്, നല്ലോണം മാറിയിട്ടുണ്ട്. പക്ഷെ അമ്മക്കും ഭയങ്കര സന്തോഷമായി വീഡിയോ കാണുമ്പോൾ. നമ്മൾ അമ്മേനെ വിളിച്ചുകൊണ്ടായിരുന്നു ഉള്ളിലേക്ക് പോയത്. അവിടെ എനിക്ക് തോന്നുന്നു യൂത്ത് ഫെസ്റ്റിവൽ ആണോ ആനുവൽ ഡേ ആണോ എന്ന് അറിയില്ല, അതിന്റെ പ്രാക്ടീസ് എല്ലാം നടക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനും ലിറ്റിൽ ഫ്ലവറിലാണ് പഠിച്ചത്, പക്ഷെ കാഞ്ഞങ്ങാട്. ഇപ്പൊ അമ്മേരെ മോള് സുനിയേച്ചി ലിറ്റിൽ ഫ്ലവറിലാണ് പഠിപ്പിക്കുന്നത്, മോള് ലിറ്റിൽ ഫ്ലവറിലാണ് പഠിക്കുന്നത്. നമ്മളൊരു ലിറ്റിൽ ഫ്ലവർ ഫാമിലിയാണ് ഇപ്പോൾ. എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും ലിറ്റിൽ ഫ്ലവറിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം അതിനായിട്ട് കോൺവെന്റ് ഉണ്ട്. ഞാൻ പഠിച്ച അപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ല ആക്ച്വലി. കല്യാണം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി മറ്റാ താലികെട്ടും അങ്ങനത്തെ ബാക്കിയുള്ളൂ. ബാക്കി ചടങ്ങുകളെല്ലാം ഏകദേശം കഴിഞ്ഞല്ലോ. ഇത്തോ നമ്മള് അശ്വിൻ മാമന് ഊഞ്ഞാലിട്ടിട്ട് ആട്ടുന്നത് കണ്ടിട്ടേ അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ചുകൂടെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി നല്ല ലേറ്റ് ആവും പറഞ്ഞു. അപ്പൊ നമ്മൾ വന്നു. ഇനി നമ്മൾ എവിടെയാ പോകുന്ന അറിയോ? ആരെടുത്ത പോകുന്നത്? യെസ്, നമ്മള് സുനിയേച്ചിയുടെ അടുത്ത് പോകുന്നു ഗൈസ്. സുനിയേച്ചിയുടെ അടുത്ത് ആരെല്ലാം ഉണ്ട്? സുനിയേച്ചി ഉണ്ട്, പിന്നെ ആരുള്ള ബാബുച്ചനുണ്ട്, ചേട്ടൻ, മിന്നു, പിന്നെ ആരുള്ളത്? ലക്കി, നമ്മള് ലക്കിത്തു മെയിൻ ആയി പോകുന്ന ലക്കിനെ കാണാൻ അല്ലേ. ലക്കിനെ ഭയങ്കര ഇഷ്ടായിത്തോന് അല്ലേടാ. ലക്കി ഇങ്ങനെ കൊരക്കല് കാണിച്ച്
അപ്പൊ നമുക്ക് വേഗം സുനീച്ചിനെ അറിയായിരിക്കല്ലോ എല്ലാവർക്കും, ബൈത്തേട്ടന്റെ ചേച്ചിയുടെ അടുത്ത് നമ്മൾ പോകുന്ന വഴിക്കാ ശ്രീകണ്ഠാപുരത്ത്. അപ്പൊ നമുക്ക് പോകുമ്പോ കാണാം. നമ്മൾ പോകുമ്പോ വിചാരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് 2 വർഷം മുന്നേ നമ്മൾ വയനാട് വന്നപ്പോ നന്നാറി സിറപ്പ് വാങ്ങിയിട്ടുണ്ടായിനി. അപ്പൊ ഇപ്രാവശ്യം ഇടം കിട്ടുമോ നോക്കട്ടെ നന്നാറി സിറപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഭയങ്കര തണുപ്പാണ് നന്നാറി സിറപ്പ്. കുറെ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശ്രീകണ്ഠാപുരം എത്തി. നമ്മൾ വണ്ടി ചാർജ് ചെയ്യാൻ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടാണ് നമ്മൾ ഓട്ടോയിൽ വീട്ടിലേക്ക് പോയത്. ഓട്ടോയിലാണ് നമ്മൾ പോയത്. പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് ഐസ്ക്രീംസ് ഒക്കെ വാങ്ങി നിധിക്കും മഹിക്കും. ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ശ്രീകണ്ഠാപുരം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യമായിട്ട് ഓട്ടോയിൽ വന്നു. അപ്പോൾ ഇവർക്കും സർപ്രൈസ് ചെയ്യാൻ ഇതാരാ ഈ ഓട്ടോയിൽ വരുന്നതെന്ന് പറഞ്ഞ് സുനീച്ചിയും ഏട്ടനും പിന്നെ നിധിയും മഹിയെല്ലാം നോക്കിയിരിക്കുന്നത്. ഇതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സ്കൂളില്ലേ ഇവരെ വീട്ടിൻ്റെ അടുത്തുള്ള, അത് റെനോവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തിയപാട് അയ്യോ നമുക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ 3:30 എണീറ്റു 4 മണിയെല്ലാം ആകുമ്പോൾ പോയതല്ലേ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇതൊരു ചെറിയ വ്ളോഗാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഒരു എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആണോ, ഞങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അതുപോലെ വീഡിയോ ഇടാമല്ലോ. ട്രാവൽ ചെയ്യുന്നതാണോ, വീട്ടിലെത്തിയാണോ, ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്നെല്ലാം പറയണേ. അപ്പം ഇതും ഒരു കുഞ്ഞു വ്ളോഗാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.